അഹരോൻ ഈ വടി വെട്ടി ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു. ആ വടി കണ്ടാൽ ഒരു സാധ്യതകളുമില്ല, ഉണങ്ങിയ വടി. പക്ഷെ അത് ഇരുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ആ മുറിയിൽ വെളിച്ചം കയറുന്ന മുറിയല്ല. ആ മുറിയിൽ ഈ വടി ഇരിക്കുന്നത്, ഈ ബദാമിന്റെ കമ്പ് ഇരിക്കുന്നത് മണ്ണിനകത്തല്ല. ഇല്ല, പക്ഷേ ബൈബിൾ പറയുന്നു, ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളർത്തു. ജാതികളുടെ പട്ടണമായ ഗലീല ആ വെളിച്ചം കണ്ടു. ദൈവപ്രവർത്തികൾക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞെടുത്ത് സാധ്യതകൾ തുറന്നു വന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്തിന് ഈ വെളിച്ചം ആവശ്യം. വെളിച്ചമാകുന്ന യേശു എന്നിൽ വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്നവർ ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. എവിടെയുണ്ടോ ദൈവം അവിടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം നോക്കിയേ. ഈ ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ഇരുട്ട് മാത്രമായിരുന്നത് കൊണ്ട് ഈ ഭൂമി പാഴായിരുന്നു, ഈ ഭൂമി ശൂന്യമായിരുന്നു, ആഴത്തിൽ ഇരുളായിരുന്നു. എന്നാൽ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എവിടെ ഇരുട്ടുണ്ടോ പാഴായ അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് ദൈവം ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യനെ അല്ല, ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആപ്പിൾ മരമല്ല, ദൈവം ആദ്യം സൃഷ്ടിച്ചത് മൃഗങ്ങളെ അല്ല. ദൈവത്തിന് മനസ്സിലായി ശൂന്യതയുടെ കാരണം, പാഴായതിന്റെ കാരണം, ഒന്നും നടക്കാത്തതിന്റെ കാരണം ഇവിടെ നിൽക്കുന്ന ഇരുട്ടാണ്. ദൈവം വാ തുറന്ന് പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് എവിടെയാണ്? യേശു കർത്താവ് ആദ്യത്തെ അത്ഭുതം ചെയ്തത് എവിടെയാണ്? എന്തുകൊണ്ടാണ് യേശു ആദ്യത്തെ അത്ഭുതം ഗലീലയിൽ ചെയ്തത്? എന്തുകൊണ്ടാണ് യേശു ആദ്യം ഗലീലയ്ക്ക് പോയത്? എത്രയോ സ്ഥലങ്ങൾ ഇസ്രായേലിലുണ്ട്, എത്രയോ സ്ഥലങ്ങൾ പലസ്തീനിലുണ്ട്, എത്രയോ സ്ഥലങ്ങൾ ജെറുസലേമിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് യേശു ആദ്യം ഗലീലയ്ക്ക് പോയി? ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിലാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നത്. എന്തുകൊണ്ട് ആദ്യം യേശു ഗലീലയ്ക്ക് പോയി? കാരണം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 14, 15, 16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സെബുലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ നിഴലിൽ ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഗലീലയെ കുറിച്ച് മാത്രം പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഇരുട്ടിലിരുന്ന ജനം. ഇരുളു പിടിച്ച സ്ഥലം, ഇരുളു പിടിച്ച ദേശം. ഇരുളു പിടിച്ച ദേശത്തിൽ ദൈവപ്രവർത്തികൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലം, അത്ഭുതങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത ഇടം, ഇനി ഒരു ദൈവപ്രവർത്തികൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത ഇടത്താണ് യേശു ആദ്യം ചെന്ന് ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ദൈവപ്രവർത്തികൾക്ക് സാധ്യതയില്ലാത്ത, ദൈവപ്രവർത്തികൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത ഗലീലയിൽ യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി ആരംഭിച്ച് എന്താ ചെയ്ത? പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ആദ്യത്തെ അത്ഭുതം ഗലീലയിൽ. അതിന് കർത്താവ് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. യേശു ഉണ്ടാക്കിയത് ഓറഞ്ച് ജ്യൂസ് അല്ല, ഓറഞ്ച് ജ്യൂസ് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. യേശു ഉണ്ടാക്കിയത് നാരങ്ങാ വെള്ളമല്ല, നാരങ്ങാ വെള്ളം 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. യേശു അവിടെ അത്ഭുതം ചെയ്തത് വൈൻ കൊണ്ടുവന്നു. ശ്രേഷ്ഠകരമേറിയ വൈൻ ഉണ്ടാകണമെങ്കിൽ 3 മുതൽ 5 വർഷം വരെ എടുക്കും. 3 മുതൽ 5 വർഷം വരെ സൂക്ഷിച്ചു വെച്ചാണ് ഇത് ശ്രേഷ്ഠകരമേറിയ വൈനായി തീരുന്നത്. നിങ്ങൾക്കറിയാമോ, പച്ചവെള്ളം വീഞ്ഞായി. വൈനിന് ഏറ്റവും വലിയ ശത്രു പച്ചവെള്ളമാണ്. മുന്തിരിങ്ങ പച്ചവെള്ളത്തിൽ കിടപ്പുണ്ടെങ്കിൽ വൈൻ ഉണ്ടാക്കിയവർക്കറിയാം, മുന്തിരിങ്ങയുടെ മേളിൽ നിന്ന് പച്ചവെള്ളം തുടച്ചു കളയണം. പക്ഷെ യേശു കർത്താവ് പ്രവർത്തിച്ചപ്പോൾ എല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പച്ചവെള്ളം തന്നെ വീഞ്ഞായി മാറി. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ് ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുകയാണ്. അഹരോന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളർത്തു. അതിൽ ബദാമുണ്ടായി. ഒരു വൃക്ഷത്തിൽ ബദാമുണ്ടാകാൻ കുറഞ്ഞത് 5 കൊല്ലം എടുക്കും. അഹരോൻ ഈ വടി വെട്ടി ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു. ഉണങ്ങിയ വടി. പറഞ്ഞാട്ടെ, ഉണങ്ങിയ വടി. ഉണങ്ങിയ വടി. ആ വടി കണ്ടാൽ ഒരു സാധ്യതകളുമില്ല, ഉണങ്ങിയ വടി. പക്ഷെ അത് ഇരുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. അതിരുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ആ മുറിയിൽ വെളിച്ചം കയറുന്ന മുറിയല്ല. ആ മുറിയിൽ ഈ വടി ഇരിക്കുന്നത്, ഈ ബദാമിന്റെ കമ്പ് ഇരിക്കുന്നത് മണ്ണിനകത്തല്ല.
ഈ ബദാമിൻ്റെ കമ്പിരിക്കുന്ന മണ്ണിനകത്തല്ല. ഒരു ചെടി വളരാൻ മണ്ണ് വേണം, വെള്ളം വേണം, വായു വേണം, വെളിച്ചം വേണം. ഈ അഹരോന്റെ വടി, ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വടി ഇരിക്കുന്നിടത്ത് മണ്ണില്ല, വെള്ളമില്ല, യാതൊരു സംവിധാനങ്ങളുമില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളർത്തു. ഒറ്റ രാത്രി കൊണ്ട് തളർത്തു. ജാതികളുടെ പട്ടണമായ ഗലീല ആ വെളിച്ചം കണ്ടു. ജാതികളുടെ പട്ടണമായ ഗലീല ആ വെളിച്ചം കണ്ടു. ദൈവപ്രവർത്തികൾക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞെടുത്ത് സാധ്യതകൾ തുറന്നു വന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 4, 5, 9 വാക്യങ്ങൾ. ബൈബിൾ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വാ തുറന്ന് പറഞ്ഞ്, യേശു എൻ്റെ വെളിച്ചമാണ്, യേശു എൻ്റെ വെളിച്ചമാണ്. 5-ാം വാക്യം പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല. ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്തിന് ഈ വെളിച്ചം ആവശ്യമാണ്. ഈ വെളിച്ചം ആവശ്യമാണ്. വെളിച്ചമാകുന്ന യേശു എന്നിൽ വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്നവർ കൈകളൊന്ന് അടിച്ച് കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ.